വയനാട് പുനരധിവാസത്തിന് 529.50 കോടി പലിശരഹിത വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. പുനർനിർമ്മാണത്തിനായി സമർപ്പിച്ച 16 പദ്ധതികൾക്കായാണ് സഹായം നൽകുക. സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിച്ചത്. വയനാട് ദുരന്തത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ കൈത്താങ്ങാണ് 529.50 കോടി രൂപ. സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പാ തുക അനുവദിച്ചത്. മൂലധന നിക്ഷേപ സ്കീമിലെ വായ്പയ്ക്ക് പലിശയില്ല. 50 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. സംസ്ഥാന ധനകാര്യ സെക്രട്ടറിക്ക് ലഭിച്ച കത്തിലാണ് വായ്പാ സഹായം അനുവദിച്ച വിവരം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. സംസ്ഥാനം സമർപ്പിച്ച 535.56 കോടി രൂപയുടെ പദ്ധതി പരിഗണിച്ചാണ് വായ്പ അനുവദിച്ചത്. ടൗൺഷിപ്പിലെ പൊതുകെട്ടിടങ്ങളും റോഡുകളും നവീകരിക്കുക, ദുരന്ത മേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ, സ്കൂൾ നവീകരണം തുടങ്ങിയ പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ സഹായം അനുവദിച്ചത്. മാർച്ച് 31-നകം പണം ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. പലിശയില്ല എന്നതും 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി എന്ന നിബന്ധനയും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഏറെ ഗുണമായി. കേരളത്തോട് കേന്ദ്രം നീതി കാട്ടുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചാണ് ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരണം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ബജറ്റിൽ പുനരധിവാസത്തിനായി കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ മുൻപ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയ തുക മാത്രമാണ് ബജറ്റിൽ ധനമന്ത്രി നീക്കിവെച്ചത്. ഇതോടെ വയനാട്ടിലെ ജനങ്ങൾ കേന്ദ്ര സർക്കാരിൽ പ്രതീക്ഷകൾ അർപ്പിച്ചു. ആ പ്രതീക്ഷകൾ അസ്ഥാനത്തല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ തീരുമാനം. ജനം, ഡൽഹി.